നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. രാഹുൽ ഗാന്ധിയെ വീണ്ടും ട്രോളിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും വാക്പോരും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഉരുളയ്ക്ക് ഉപ്പേരി പോലുള്ള മറുപടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിയും പ്രതിപക്ഷവും ഭരണപക്ഷവും അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്കാണെങ്കിൽ സ്ഥിരമായി അബദ്ധങ്ങളും പറ്റാറുണ്ട്. വിളിച്ചു പറയുന്നതെല്ലാം മണ്ടത്തരങ്ങളാണെന്ന ബോധം ഇനി എന്നാണോ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാവുക? പ്രധാനമന്ത്രിയുടെ ചില വെളിപ്പെടുത്തലുകൾ കൊണ്ട് ഒറ്റയടിക്ക് ദാരിദ്ര്യം തുടച്ചു നീക്കാമെന്ന തന്റെ വാഗ്ദാനത്തിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി. നേരത്തെ രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തെ കണക്കറ്റ് പരിഹസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നിരുന്നു. ഈ രാജ്യത്തെ മുഴുവൻ ദാരിദ്ര്യവും ഒറ്റയടിക്ക് ഇല്ലാതാക്കുമെന്ന് പറയുന്ന രാഹുൽ ഗാന്ധി ഇവിടം 2014 വരെ ഭരിച്ചത് ആരാണെന്ന് മറന്നുപോയി എന്ന് മോദി തുറന്നു പറഞ്ഞു. രാഹുൽ പറയുന്നത് കേട്ട് കോൺഗ്രസുകാർക്കടക്കം ചിരി വരുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നത് കേട്ട് എങ്ങനെ ചിരിക്കാതിരിക്കുമെന്നും മോദി ചോദിച്ചു. ഇങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാണ് ജനം വിശ്വസിക്കേണ്ടതെന്നും മോദി തുറന്നടിച്ചു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യും എന്ന വാഗ്ദാനം ഇടതുപക്ഷം രാഹുൽ ഗാന്ധിയെ കൊണ്ട് പറയിപ്പിച്ചതായിരിക്കാനാണ് സാധ്യതയെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഈ മുദ്രാവാക്യങ്ങൾ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും തന്നെ തിരിഞ്ഞു കൊത്തും എന്ന് മനസ്സിലാക്കിയാണ് ഇപ്പോൾ തന്റെ പഴയ നിലപാടിൽ നിന്നും രാഹുൽ ഗാന്ധി പിന്നോക്കം പോയിരിക്കുന്നതെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. പ്രധാനമന്ത്രി കാര്യങ്ങൾ അങ്ങനെ തുറന്നു പറഞ്ഞപ്പോൾ അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? രാഹുൽ ഗാന്ധി പറയുകയാണ്, അയ്യോ ആരും തെറ്റിദ്ധരിക്കരുത്, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഒറ്റയടിക്കൊന്നും ദാരിദ്ര്യം ഇല്ലാതാക്കുമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, മറിച്ച് ലക്ഷ്യത്തിലേക്കുള്ള ശ്രമങ്ങൾക്ക് ആഹ്വാനം ചെയ്യുകയായിരുന്നു ഞാൻ, അല്ലാതെ ഞാനത്ര മണ്ടനൊന്നുമല്ലല്ലോ എന്ന് നിങ്ങളങ്ങ് കരുതണം. ഇപ്പോൾ മനസ്സിലായില്ലേ? കാര്യങ്ങൾ ഇങ്ങനെ വെടിപ്പായി പറഞ്ഞു കൊടുത്താൽ രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാവും. ഇതിനിടയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സ്മൃതി ഇറാനിയും രംഗത്തെത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി നിന്ന നിൽപ്പിൽ നിറം മാറുന്ന ആളാണെന്നാണ് സ്മൃതി ഇറാനി പറയുന്നത്. ഇക്കുറി അമേഠിയിലും റായ്ബറേലിയിലും കോൺഗ്രസ് ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. അമേഠിയാണ് തന്റെ കുടുംബമെന്ന് പറഞ്ഞിരുന്നയാൾ നിന്ന നിൽപ്പിൽ അതെല്ലാം മറന്നിരിക്കുകയാണെന്നും സ്മൃതി ഇറാനി പരിഹസിച്ചു. നിന്ന നിൽപ്പിനാണ് ആളുകളുടെ നിറം മാറുന്നത്. അവർ കുടുംബത്തെ വരെ മാറ്റി പറയുന്നു. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ഇയാൾ ഇവിടേക്ക് എത്തുമെന്ന് ഉറപ്പുണ്ട്. എന്നാൽ നമ്മൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം, സ്മൃതി ഇറാനി പറഞ്ഞു. അതുപോലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള ക്ഷണം നിരസിച്ചയാൾ രാമനവമി ദിനത്തിൽ ഭഗവാൻ രാമന്റെ പേരിൽ ആശംസകൾ നേർന്നത് വിരോധാഭാസമായിരുന്നു എന്നാണ് സ്മൃതി ഇറാനിയുടെ അടുത്ത പരിഹാസം. രാമനവമി ദിനത്തിൽ വിശ്വാസികൾക്ക് ആശംസകൾ നേർന്നുകൊണ്ടാണ് രാഹുൽ പത്രസമ്മേളനം തുടങ്ങിയത്. ഭഗവാൻ ശ്രീരാമന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്ത കുടുംബമാണ് ആ വ്യക്തിയുടേത്. എന്നാൽ ഇപ്പോൾ ദൈവത്തിന്റെ കളികൾ നിങ്ങൾ കാണൂ. രാമനവമി ആശംസിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ പത്രസമ്മേളനം തുടങ്ങിയത്. പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള ക്ഷണം അദ്ദേഹം നിരസിച്ചത് വളരെ സങ്കടകരമായ കാര്യമാണെന്നും അവർ കൂട്ടിച്ചേർത്തു.